ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കറിച്ചട്ടി കുക്കിംഗ് ചാനൽ. നമ്മളിന്ന് നമുക്ക് ഒരു സൂപ്പറായിട്ടുള്ളൊരു സ്നാക്സാണ് ഉണ്ടാക്കുന്നത്. ചോളം ഫ്രൈ ചെയ്തിട്ട് നല്ല അടിപൊളി ഒരു സ്നാക്സ് ഉണ്ടാക്കുക. ഇത് കാണുമ്പോൾ ഒരു ചെറുമുറി എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞാൽ അതുപോലെ ഉണ്ടാവും. അന്ന് സൂപ്പറാണിത്. അപ്പോൾ ഇതെങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമേ നമ്മൾ 2 ചോളം എടുത്തിട്ടുണ്ട്, പച്ചച്ചോളം. ഇത് നല്ല ഇതിനെ വൃത്തിയാക്കി എടുക്കുക. ഇതുപോലെ നീറ്റാക്കി ക്ലീൻ ചെയ്തെടുത്തിട്ട് നമുക്കിതിനെ കംപ്ലീറ്റ് ഇതുപോലെ വിടർത്തിയെടുക്കണം. ഇതിന് നമുക്ക് ഈസി ആയിട്ട് കൈ കൊണ്ട് ഇളക്കിയെടുക്കാവുന്നതാണ്. ഇതെല്ലാം നമ്മൾ ഇതുപോലെ റെഡിയാക്കി എടുക്കുന്നു. എന്നിട്ടൊരു ബൗളിലേക്ക് ഇതിനെ മാറ്റാം. എന്നിട്ട് ഒരു 1.5 ടേബിൾ സ്പൂണിനത്രയും കോർൺ ഫ്ലോറാണ് ആഡ് ചെയ്യുന്നത്. ഇത് ബ്ലാക്ക് സാൾട്ടാണ്. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് മാവ് നന്നായിട്ടൊന്ന് ചോളത്തിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരല്പം വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു ബൗളിൽ കുറച്ച് വെള്ളരിക്ക ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നു. എന്നിട്ട് കുറച്ച് ഉള്ളിയും കൂടെ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഇനി കുറച്ച് മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ പൊമഗ്രാനൈറ്റ്, മാതളങ്ങ കുറച്ച് ഇതുപോലെ അടുത്തിടുക. ഇനി നമ്മളിടുന്നത് ഇത് ഗരം മസാലയും പിന്നെ കുരുമുളകുമാണ് മിക്സ്. അതുപോലെ കുറച്ച് മുളക് പൊടി, എരിവ് വേണ്ടതുപോലെ മുളക് പൊടി ചേർക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തു. എന്നിട്ട് കുറച്ച് ചാറ്റ് മസാലയാണിത്. എന്നിട്ട് കുറച്ച് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇതാണ് നമ്മുടെ മെയിൻ മസാല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. നല്ല എളുപ്പത്തിൽ ഇത് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ വളരെ രുചിയാണ്. ഇത് ചൊറുമുറിയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ്. അതിലും നല്ല രുചിയായിരിക്കും. കാരണം ചോളം ഫ്രൈ ചെയ്തെടുക്കുവാണ് നമ്മൾ. അപ്പോൾ നല്ല രുചിയായിരിക്കും. ഇനി നമ്മളൊരു പാനിൽ എണ്ണ ചൂടാകാൻ വെക്കുക. എണ്ണ ചൂടായതിന് ശേഷം ഇതുപോലെ ചോളം നമ്മൾ എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പം ഏകദേശം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു അരിപ്പ പാത്രത്തിലേക്ക് ഇതിനെ ഒന്ന് മാറ്റാം. ചോളം വേവിച്ച് ഇതുപോലെ ചെയ്തെടുക്കാം. അത് വേറൊരു രുചിയാണ്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിൻ്റെ പ്രത്യേക രുചിയാണ്. അപ്പം നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തെല്ലാം മാറ്റിയിട്ട് ഒരു ബൗളിലിട്ടിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മസാലയും കൂടെ ഇതിനകത്ത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രേ ഉള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്നാക്സ് റെഡിയാവും. അപ്പം ഇതുപോലെ നിങ്ങളും ചെയ്ത് നോക്കുക. ചോളം ഫ്രൈ ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ വേവിച്ചും എടുക്കാം. ഇത് ഫ്രൈ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ രുചി പ്രത്യേക ഡിഫറെൻ്റാണ്. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മെൻഷൻ ചെയ്യുക. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് കാണുന്നവരെ എല്ലാവർക്കും ബൈ.